പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ആറാട്ട് ഘോഷയാത്ര. പത്മനാഭ കടപ്പുറത്തേക്ക് നീങ്ങിയ ആറാട്ട് ഘോഷയാത്ര ദർശിക്കാൻ പതിനായിരങ്ങളാണ് സന്നിഹിതരായത്. ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി വിമാനത്താവളം അടച്ചിടുകയെന്ന അത്യപൂർവത കൂടിയുണ്ട് പത്മനാഭസ്വാമിയുടെ തിരുവാറാട്ടിന്. ആറാട്ട് ഘോഷയാത്ര തിരികെ എത്തിയതോടെ ഉത്സവം കൊടിയിറങ്ങി. കനകഭൂഷിതമായ ഗരുഡവാഹനത്തിൽ ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും തിരുവാറാട്ടിനായി എഴുന്നള്ളിച്ചപ്പോൾ പടിഞ്ഞാറേ നടയിൽ കാത്തുനിന്ന ഭക്തസഹസ്രം നാരായണ സ്തുതികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. അശ്വാരൂഢ സേനയും സായുധ പോലീസും ശ്രീപത്മനാഭന് ആചാര ബഹുമതിയായി അകമ്പടിയേകി. പള്ളിവാളേന്തി തിരുവിതാംകൂർ രാജകുടുംബസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മയും രാജപ്രതിനിധികളും രാജവീഥിയെ പ്രൗഢമാക്കി മാറ്റി. റോഡിനിരുപുറവും നിറപറയും നിലവിളക്കും പൂക്കളുമായി ഭക്തർ തൊഴുകൈകളോടെ നിലകൊണ്ടു. വള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനകത്തുകൂടി പാരമ്പര്യ പാത മുറിയാതെ യാത്ര നീങ്ങി. വിമാനങ്ങൾ പോലും ഇതിനായി സമയക്രമം മാറ്റിയിരുന്നു. ശംഖുമുഖത്തേക്കെത്തുമ്പോഴേക്കും തീവെട്ടികൾ പ്രഭ വിടർത്തി. പ്രത്യേക പൂജകളോടെ 3 മൂർത്തികൾക്കും ഉയർന്നു പൊങ്ങിയ കടൽ തിരമാലയിൽ തിരുവാറാട്ട്. പിന്നീട് അലങ്കാരഭൂഷിതരായി വിമാനത്താവളത്തിനുള്ളിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മടക്കം. ഇതോടെ പൈങ്കുനി ഉത്സവത്തിനും കൊടിയിറങ്ങി. ജനം, തിരുവനന്തപുരം.